ഇന്നലെയും പുട്ട് ഇന്നും പുട്ട്. അമ്പാൻ്റെ ആ വായിക്കൊട്ട പല വിളികളുമായി നമുക്ക് തോന്നിയേക്കാം. അമ്പാനിയും മഞ്ഞക്കുഞ്ഞും എന്നറിയപ്പെടുന്ന അവനും വന്നു. ഓ, ഇന്നും പുട്ടാണോ? അത് തന്നെ ഭാവം. പോയേക്കാം. പോയ വല്ല പാറ്റേനും പഴുതേനും പരിച്ച് തിന്നാടാ എന്നാണ് അവൻ പറയുന്നത്. ദൂഷിച്ച് നോക്കി ആ മുഖത്തൊരു പുച്ഛം കണ്ടോ? അതാണ്. എന്നാൽ നാളെ വെറൈറ്റി ആയിട്ട് ആണ്ട് കിടക്കുന്നു. നല്ല ഒന്നാം തരം ചെമ്പാവരി പുട്ട്. അമ്മമാർ താഴെ ഇരുന്ന് നോക്കുന്ന നോട്ടം കണ്ട. ഇങ്ങനെയാണെങ്കിൽ വീട്ടുപേര് നമ്മൾ പുട്ടിസ്ഥാൻ എന്നാക്കാൻ പോകട്ടോ. അപ്പോഴത്തേന് രണ്ട് പാറക്കുട്ടി നേരത്തെ വന്ന് കിടക്കുക. കേട്ടോണേ. സാറ് പാല് കുടിച്ചോ? ഫസ്റ്റ് കുടിച്ചോ പാല്? അമ്പടി കള്ളി. മാമൻ ചായ കുടിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് അടിച്ചല്ലോ. ഇത് ഞാനും പാറും തമ്മിൽ ഡെയിലി ഉള്ളൊരു കോമ്പറ്റീഷനാണ്. ആദ്യം എഴുന്നേറ്റ് ആരാദ്യം ചായ അല്ലെങ്കിൽ പാല് കുടിക്കും എന്നുള്ളതാണ് കോമ്പറ്റീഷൻ. അതിലെങ്ങനെ ഞാനെങ്ങനെ ഒരു പ്രാവശ്യം ചായ കുടിച്ചു കഴിഞ്ഞാൽ അന്ന് എനിക്ക് കിടന്നുറങ്ങണ്ട. പാറ തിന്നുന്നതും പുട്ട് തന്നെ, ഗോതമ്പ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു ഫോളോവർ 5-6 ദിവസമായിട്ട് നമ്മുടെ പുറകെ കിടക്കുവാണ്. അവർ പറഞ്ഞൊരു ചലഞ്ച്, ക്യാറ്റ് ചലഞ്ച് നമ്മൾ ചെയ്തില്ല എന്ന്. അമറിക്കാർന്നൊരു പൂച്ചയുടെ സൗണ്ട് കേൾപ്പിച്ച് പൂച്ചയുടെ എക്സ്പ്രഷൻ എടുക്കലാണ് നമ്മുടെ ടാസ്ക്. നമ്മുടെ പൂച്ചക്കൊട്ടന്മാരെ കാണിക്കാം. നിങ്ങളെന്താ വിചാരിച്ചേ? താൻ തന്ന ഉണക്കപ്പുട്ടിന് ഇത്ര എക്സ്പ്രഷൻ ഇടാൻ തന്നെ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവൻ എനിക്ക് ആ വിരലിൽ 2 നക്കുമ്പോൾ തന്നു. ലാസ്റ്റ് 2 കടിയും എടുത്തുകൊണ്ട് പോടാ. പതിവ് ചമ്മലോട് കൂടി നമുക്ക് അടുത്ത ദിവസം വീണ്ടും വീഡിയോയിൽ കാണാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വീണ്ടും ഡിസ്ക്ലെയിമറായിട്ട് പറയുകയാണ്, നാട്ടിൽ കാണുന്ന പൂച്ചകൾ പലതും ചെയ്താലും നമ്മുടെ പൂച്ചയൊന്നും ചെയ്യത്തില്ല. അപ്പോഴത്തേനും പോരാളി പരാതിപ്പെട്ടിയുമായി എത്തിക്കഴിഞ്ഞു. പൂച്ചകൾ കാണിച്ച് കുരുത്തക്കേട് എൻ്റെ തലയിൽ.